24 ഇന്നലെ പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിൽ നൽകിയ ഒരു വാർത്തയുടെ തുടർച്ചയാണ്, ഒരു ഫോളോ അപ്പ് ആണ്. വയനാട് ജില്ലയിലെ പള്ളിക്കുന്ന് വെണ്ണിയോട് റോഡ് പുനർനിർമ്മാണത്തിന് തടസ്സം സർക്കാർ നയം എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാറാണ്. 1.5 പതിറ്റാണ്ടായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഗ്രാമീണ റോഡുകൾ ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് അത്രേ പൊതുമരാമത്ത് വകുപ്പിന്റെ നിലപാട്. ഇപ്പോൾ ആ റിപ്പോർട്ടിലേക്ക്. കേരളത്തിന്റെ തന്നെ അറിയപ്പെടുന്ന ബാണാസുര ഡാമിലേക്കുള്ള വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള മെയിൻ റോഡാണിത്. അതുപോലെ തന്നെ ഒരു ദിവസം 5000 മുതൽ 6000 വരെ വണ്ടികൾ പോകുന്ന മെയിൻ റോഡാണിത്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ റോഡുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ്. ഇന്നേ വരെ ഈ റോഡിൽ ഒരു അറ്റകുറ്റപ്പണിയോ കാര്യങ്ങളോ നടത്തുന്നില്ല. ഇന്നലെ ഇതേ പരിപാടിയിലാണ് ഈ റോഡിൽ നടന്ന പ്രതിഷേധം 24 ചൂണ്ടിക്കാട്ടിയത്. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡിലൂടെയാണ് ദുരിതയാത്ര വേണ്ടിവരുന്നത്. യുവാക്കൾ നടത്തിയ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാറിന്റെ പ്രതികരണം. 65 ലക്ഷം രൂപ റോഡിന്റെ നിർമ്മാണത്തിനായി വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ കരാറെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നാണ് പ്രതിസന്ധി. നാളെയും ഈ റോഡിന്റെ ടെൻഡർ നടപടി നടക്കുന്നുണ്ട്. ഇതിൽ 2 ടെൻഡർ കോട്ടത്തറ ഗ്രാമപഞ്ചായത്തും 1 ടെൻഡർ ജില്ലാ പഞ്ചായത്തുമാണ് നടത്തുന്നത്. 2 തവണ ടെൻഡർ നടത്തി കോൺട്രാക്ടർമാരും ഈ റോഡിന്റെ പ്രവൃത്തി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. നാളെ ടെൻഡർ ഓപ്പണിംഗ് ആണ്. നാളെയും ഈ റോഡ് ടെൻഡറിലുണ്ട്. ഏകദേശം 65 ലക്ഷം രൂപയോളം ആ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിവിധ ഫണ്ടുകളിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ജില്ലാ പഞ്ചായത്തിന് സംസ്ഥാന സർക്കാർ പ്രതിവർഷം നൽകുന്ന ഫണ്ട് 1,80,00,000 ഈ ഫണ്ട് കൊണ്ട് വേണം 150 കിലോമീറ്ററോളം റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താൻ. പൊതുമരാമത്ത് വകുപ്പ് ഗ്രാമീണ റോഡുകൾ ഏറ്റെടുക്കില്ല എന്ന നിബന്ധനയാണ് പ്രതിസന്ധിയാകുന്നതെന്നും സംഷാദ് മരക്കാർ പറഞ്ഞു. ഒറ്റത്തവണ പൊതുമരാമത്ത് വകുപ്പ് റോഡ് ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളെ തിരികെ ഏൽപ്പിച്ചാൽ തുടർന്നുള്ള അറ്റകുറ്റപ്പണി സുഗമമായി സാധ്യമാകും. PWD വൺ ടൈം സെറ്റിൽമെന്റിൽ കുറച്ച് വലിയ തുക അനുവദിച്ചാൽ PWD കരാറുകാർ ഇത് ഏറ്റെടുക്കും. പൂർണ്ണമായി റോഡ് ഗതാഗത യോഗ്യമാക്കിയതിനു ശേഷം ജില്ലാ പഞ്ചായത്ത് തിരിച്ചു തന്നാൽ പിന്നീട് എല്ലാ വർഷവും അതിന്റെ മെയിൻ്റനൻസ് ജില്ലാ പഞ്ചായത്ത് നടത്തിയാൽ മതി. ഈ പദ്ധതി തിരിച്ചു കൊണ്ടുവരണം. ഇത് വയനാടിന് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത്, കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസമാണ്. വലിയ ബസ് റൂട്ടുള്ള റോഡുകളെങ്കിലും PWD ഏറ്റെടുക്കാൻ തയ്യാറാണ്. പള്ളിക്കുന്ന് വെണ്ണിയോട് റോഡിന്റെ നിർമ്മാണത്തിനായുള്ള പ്രതിഷേധം ന്യായമാണ്. അവരുടെ പ്രതിഷേധം ജനാധിപത്യമാണ്. അവർക്ക് പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അവരുടെ റോഡാണത്, അതിനകത്തൊരു തർക്കമില്ല. പക്ഷെ അതിൻ്റെ നമ്മളുടെ ഒരു നിസ്സഹായാവസ്ഥ പണം വെക്കുകയും എസ്റ്റിമേറ്റ് എടുക്കുകയും ടെൻഡർ നടപടി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു കോൺട്രാക്ടർ എടുക്കുന്നില്ല എന്നുള്ള ഈ സമരം ചെയ്യുന്ന എല്ലാവരും കൂടി ചേർന്ന് പറ്റാവുന്ന കോൺട്രാക്ടർമാർ ഈ പദ്ധതി ഏറ്റെടുപ്പിക്കാൻ കൂടി തയ്യാറാവുകയും ആ വർക്ക് മുന്നോട്ട് പോകാൻ അവരുടെ സഹായം കൂടി ചെയ്യുക എന്നുള്ളതാണ്. ബാണാസുര അണക്കെട്ടിലേക്ക് അടക്കം പോകുന്ന യാത്രക്കാർ ആശ്രയിക്കുന്ന പ്രധാന റോഡാണിത്. വൻ കുഴികൾ താണ്ടിയുള്ള യാത്ര ഏറെ ദുസ്സഹമാണ്. ഗ്രാമീണ റോഡ് എന്ന പരിധിക്കപ്പുറമാകേണ്ടതാണ് വെണ്ണിയോട് പള്ളിക്കുന്ന് പാത. സഞ്ചാരികളടക്കം ആശ്രയിക്കുന്ന റോഡാണിത്. അതിനാൽ തന്നെ ഉയർന്ന നിലവാരത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കേണ്ടതുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് റോഡ് ഏറ്റെടുക്കണമെന്നാണ് ജില്ലാ പഞ്ചായത്തും ആവശ്യപ്പെടുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.